പറയുകയാണ്, ഈ 27 ദിവസം കൊണ്ട് ഇവിടെ രാപ്പകൽ സമരം നടത്തിയിട്ട് നമ്മുടെ സർക്കാർ ഒരു അനുഭവമായ ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾക്ക് കിട്ടുന്നത് വെറും 7000 രൂപയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കൂട്ടിത്തരണം. നമ്മൾ ആവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്. എങ്കിൽ പോലും അത് സർക്കാർ തരാൻ സാധ്യതയില്ല. എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടി നമ്മളെ ഈ സമരത്തിന് പരിഹാരം കാണും. ഇപ്പം പല സ്ഥലങ്ങളിലും ഭീഷണി മുഴക്കിക്കൊണ്ട് ഞങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. അപ്പം ഇന്നലെ ജോയിൻ ചെയ്തു. ഇന്ന് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. നമ്മൾ ഇന്ന് വനിതാ ദിനമായതിനാൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് JPH മുതൽ ഉള്ള പെരിഫറി സ്റ്റാഫിനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതെ അതെ. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഈ സമരത്തിനുണ്ടാകുന്ന പിന്തുണ എങ്ങനെയാണ് പറയാം? അവർ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളോട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടാണ് വന്നത്. അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് മുകളിൽ നിന്നും പഞ്ചായത്തിൽ അറിയിപ്പ് കിട്ടിയെന്നും പറഞ്ഞ് പഞ്ചായത്തിൻ്റെ ഭീഷണിയോടുകൂടിയാണ് നമ്മളിത്. നിങ്ങൾ ഏത് തലത്തിലാണ്? പഞ്ചായത്ത് തലത്തിലും ജില്ലാതല ആരോഗ്യവകുപ്പ് ജീവനക്കാരുമൊക്കെ നിങ്ങൾ വിരട്ടുന്നുണ്ടോ? DMO ഇന്ന് ഇടയ്ക്ക് നമ്മളെ വിരട്ടിക്കൊണ്ടുള്ള സർക്കുലർ വന്നു. നമ്മൾ ജോലിക്ക് കയറിയില്ലെങ്കിൽ പകരം ആളെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിരട്ടി. അതിനൊക്കെ നമ്മൾ DPMO ഓഫീസുമായി ധർണ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മളെ JPHന്മാരും ഡോക്ടർമാരും ഒന്നും നമ്മളെ വിരട്ടാറില്ല. പഞ്ചായത്തിൽ നിന്നുള്ള ഭീഷണിയിലാണ്. നിങ്ങളുടെ സേവനം നന്നായി അറിയുന്ന പെരിഫറി ലെവലിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ PHSയിലെ മെഡിക്കൽ ഓഫീസർമാരാണ്. അവരിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? അവർ നമ്മളോട് അനുകൂലമാണ്. പക്ഷേ ഈ പൊതുജനങ്ങൾ പോലും നമുക്ക് അനുകൂലമാണ്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റന്മാർ മുതലായ ആൾക്കാർ നിങ്ങളോടുള്ള വിവേചനം വല്ലതും കാണിക്കുന്നുണ്ടോ? ഉണ്ട്, രാഷ്ട്രീയപരമായ വിവേചനമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളൊന്നും ഇല്ല. എല്ലാ ആശാമാരുടെയും കൂട്ടായ്മ മാത്രമാണെന്ന് ബോധം നിങ്ങൾക്കുള്ളതിലേക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പഞ്ചായത്ത് മെമ്പർമാരും അധികാരികളാണ് നിങ്ങളെ വിരട്ടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? CPM ഇപ്പം ഈ ഇരിക്കുന്ന ഭരണസമിതിയിലെ ആളുകളാണ് അല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴ സമയത്തൊക്കെ നിങ്ങൾ ഏറെ ഇന്നലെ രാത്രിയും വൈകുന്നേരവും തിരുവനന്തപുരം മഴയുണ്ടായിരുന്നു. ഞങ്ങളെക്കാരുടെ തിക്തഫലങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അഭിപ്രായം ഒരിക്കലും സ്ത്രീകളോട് അങ്ങനെ പെരുമാറരുതായിരുന്നു. അമ്മമാരും സഹോദരിമാരും ഉള്ള നിയമപാലകരാണ് ഇവിടെ നിൽക്കുന്നത്. അവർ നിയമപാലകർ അവരെ സ്വയമനസ്സാല ചെയ്തതല്ല, അവരുടെ ഈ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ്. അത് നമുക്ക് നല്ല വിശ്വാസം. മാഡം ഈ കോവിഡ് കാലഘട്ടത്തിൽ നന്നായി വർക്ക് ചെയ്തു എന്ന് ഉള്ള ഒരു പഞ്ചായത്താണ് മാഡം ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത്. എനിക്ക് നേരിട്ടറിയാം. കോവിഡ് കാലത്തിൽ ഒരു വളരെ പിന്നാക്കമുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് മാഡത്തിൻ്റെ PHS. എനിക്ക് നന്നായി അറിയാം. അക്കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ മാഡം എന്താണ് ചെയ്തത്? കോവിഡ് എന്ന് പറഞ്ഞാൽ ഈ സേവനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ? കോവിഡ് മഹാമാരിയിൽ ആരും പുറത്തിറങ്ങാതിരുന്ന സമയത്ത് പോലും രാപ്പകൽ കഷ്ടപ്പെട്ടവരാണ്. രാത്രിയിൽ ആഹാരം കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അന്ന് എൻ്റെ ഇളയ കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയമായിരുന്നു. ആ കുഞ്ഞിനെ പോലും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റാതെ ഞാൻ കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട ആ ത്യാഗം വളരെയധികം എന്നിട്ട് പോലും ഈ സർക്കാർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങൾ സർക്കാരിൻ്റെ ആൾക്കാരല്ല പോലും. അന്ന് പറഞ്ഞത് ഞങ്ങൾ കോവിഡ് മുന്നണി പോരാളികളെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സർക്കാരിൻ്റെ ആൾക്കാരല്ലെന്ന്. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ആശാമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഏറ്റവും നല്ല കോവിഡ് പ്രവർത്തനം നടത്തിയതെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിലെ മാലാഖമാരാണ് ആശാമാരെന്ന് പറഞ്ഞിരുന്നു. അതേ സർക്കാരും അതേ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആ പറഞ്ഞ വാക്കുകൾക്ക് അനുസരണമായി എന്തെങ്കിലും ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ആനുകൂല്യം പോയിട്ട് ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്യുന്നു, നല്ലൊരു വാക്ക് പോലും അവരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടില്ല. ഇത്രയും പൊതുജനങ്ങളെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. പക്ഷെ അവർ നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ സമരം നീണ്ടുപോവുകയും സർക്കാർ അനുകൂലമായ തീരുമാനം എടുക്കുകയും ചെയ്തില്ലെങ്കിൽ
ആശാ പ്രവർത്തക എന്നുള്ള മാഡത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? നമ്മുടെ അഭിപ്രായം ഞങ്ങളിവിടെ മരണം ആണ് സംഭവിച്ചാലും ഇത് നേടിക്കിട്ടുന്നത് വരെ സമരം ചെയ്യും. അതെ, പ്രദേശവാസികളും പഞ്ചായത്തിലുള്ള ആളുകളുമൊക്കെ ഇപ്പോഴും ആശാമാരുടെ സേവനങ്ങൾ പ്രകീർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ആശാമാരുടെ ഈ സമരത്തെ ജനങ്ങൾ അനുകൂലിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ട്, അനുകൂലിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം നമുക്ക് അനുകൂലമുണ്ട്. ഈ എല്ലാ ജീവനക്കാർക്കും ഓരോ രാഷ്ട്രീയക്കാരുടെ പിൻബലമുള്ള സർവീസ് സംഘടനകളുണ്ട്. പല സംഘടനകളും ഉണ്ട്. ആശാമാർ, JPHന്മാർക്കുണ്ട്, JHIമാർക്കുണ്ട്, മെഡിക്കൽ ഓഫീസർമാർക്കുണ്ട്. ഇവരുടെ സംഘടനാപരമായ പിന്തുണ കിട്ടുന്നില്ല എന്ന് തോന്നുന്നില്ലേ? ഉണ്ട്. അതേസമയത്ത് ഈ മേഖലയിൽപ്പെട്ട എല്ലാ ജീവനക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ എല്ലാവരും ഈ ഭരണകൂടം ഒഴിച്ച് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമരത്തിൻ്റെ പര്യവസാനം വിജയമാണ് എന്ന ഉറപ്പ് മാഡത്തിനുണ്ടല്ലോ? ഉണ്ട്. ഇനി ഈ സമരത്തിൽ കേരള സമൂഹത്തോട് മാഡത്തിന് ഒരു ആശാപ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് അഭ്യർത്ഥിക്കാനുള്ളത്? കേരള സമൂഹത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഈ സമരം കൊണ്ട് ഞങ്ങൾക്ക് വിജയം ഉണ്ടാവണം എന്ന് കേരള സമൂഹം നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വാസമുണ്ട്. ഇതോടൊപ്പം തന്നെ സമരം കഴിഞ്ഞാൽ ആത്മാർത്ഥമായൊരു സാമൂഹ്യ സേവനം തയ്യാറാണ്. ഇനി എന്തെങ്കിലും ഈ ആശാ സമരം സംബന്ധിച്ച് ആശാമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചും പറയാനുണ്ടോ? ഇല്ല, ഞാൻ ശരി, സന്തോഷം.